നിയോജകമണ്ഡലത്തിലെ കൺവീനർ സനൽകുമാർ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. സനൽകുമാർ, ശ്രീ സനൽകുമാർ, ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായ ആശയെ ഭീഷണിപ്പെടുത്തിയ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തുമെന്നുള്ള ഒരു വിവരമാണ്, പ്രതികരണമാണ് സ്ഥാനാർത്ഥിയായ ആശമോൾ TS പറയുന്നത്. മാത്രമല്ല, അവരുടെ സഹപ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തുകയാണ്. ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭീഷണിയാണ് അവർക്ക് മേലുണ്ടായിരിക്കുന്നത്. എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? അതായത് ഈ ആശമോൾ എന്ന് പറയുന്ന ആള് ഈ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മദ്യം ഉണ്ടാക്കുന്ന കമ്പനിയില് കരാറ് വെച്ചിട്ടുള്ള ഒരു കൺവീനറാണ്. അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ അയോഗ്യതാ മാനദണ്ഡങ്ങളിലെ നമ്പർ 10 പ്രകാരം സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായോ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കൺവീനർ എന്നുള്ള നിലയിൽ അവർക്ക് മത്സരിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ LDF എന്നുള്ള നിലയ്ക്ക് ഒരു പരാതി ആ നോമിനേഷൻ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നോമിനേഷൻ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ വാദമുഖത്തിനൊരു മറുപടി ഇതുവരെയും റിട്ടേണിംഗ് ഓഫീസർ രേഖാമൂലം നൽകിയിട്ടില്ല. 3 മണിക്ക് ശേഷം അതിനെപ്പറ്റി തീരുമാനം എടുക്കുമെന്ന് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ശരി, അത് നിങ്ങൾ നിയമപരമായി നീങ്ങിയ കാര്യം ശ്രീ സനൽകുമാർ. പക്ഷേ ഞങ്ങൾ നിയമപരമായിട്ട് മാത്രമേ നീങ്ങിയിട്ടുള്ളൂ. അല്ല, ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ. ഇപ്പോൾ ആശയെ മാത്രമല്ല, ആശയ്ക്കൊപ്പമുള്ള മറ്റ് വനിതകൾ, അവിടെ ജോലി ചെയ്യുന്ന മറ്റ് താൽക്കാലിക ജീവനക്കാരികൾ, അവരും പറയുകയാണ് അവരുടെ ജോലി നഷ്ടപ്പെടുമെന്ന്. ആ രീതിയിൽ അവർക്കും ഭീഷണി ഉണ്ടായത് അതെന്താണ് അങ്ങനെ? അല്ല, ആ സാഹചര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, അവിടെ ഒരു നിലയിലുള്ള ഭീഷണിയും ഞങ്ങൾ ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ടോ അവിടുത്തെ തൊഴിലാളികൾക്ക് എതിരായിട്ടോ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നുള്ള നിലയിലോ ഉള്ള ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്താം. ശ്രീ സനൽകുമാർ, ഒന്ന് കേൾക്കൂ, ആ ശബ്ദരേഖ ഒന്ന് കേൾപ്പിക്കാം. കൂടെയുള്ള ജോലി ചെയ്യുന്ന ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യത്തിന് അതല്ലല്ല, നിങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് കേട്ടിട്ടല്ലേ പറയുക, ഒന്ന് കേൾക്കൂ. അത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എനിക്കറിയാമല്ലോ. കാരണം ഞങ്ങൾ CPM-ന്റെ പേരിൽ പറയുന്നതുകൊണ്ടും LDF-ന്റെ പേരിൽ പറയുന്നതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം ശ്രീ സനൽകുമാർ, അങ്ങനെ ഒരു ഭീഷണി ഉണ്ട് എന്ന് അവർ പറയുന്നു. അങ്ങേക്ക് എന്താണ് കേൾക്കാൻ ഒരു താല്പര്യക്കുറവ്? അവര് ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പറയൂ. ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വെറുതെ ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ ഉറപ്പായി ജയിക്കുന്ന ഞങ്ങളുടെ വർഷങ്ങളായി ഞങ്ങൾ തുടർച്ചയായി ജയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള CPM-ന്റെ ഒരു ബ്ലോക്ക് സീറ്റാണത്. അങ്ങനെ ഉരുക്കുകോട്ടയാണെങ്കിൽ ആശമോൾ മത്സരിച്ച് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചാ പോരെ? അപ്പൊ എന്തിനാണ് ഭീഷണി? പിന്നെന്തിനാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അത് നിങ്ങൾ പ്രതിഫലിപ്പിക്കാണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. ആശമോളുടെ പ്രതികരണമാണ് നമ്മൾ വാർത്തയായി കൊടുക്കുന്നത്. അങ്ങെന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അങ്ങേക്ക് ആ പ്രതികരണം കേട്ടതിന് ശേഷം അതിനോട് മറുപടി നൽകിയല്ലേ നല്ലത്? ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഉറച്ച കോട്ടയാണ്, CPM-ന്റെ ഉറച്ച കോട്ടയാണെന്നാണ് ഇപ്പോൾ സനൽകുമാർ പറയുന്നത്. ആ പ്രതികരണം കേൾക്കാൻ പോലും തയ്യാറാകാതെയാണ് ആൾ പോയിരിക്കുന്നത്.